എല്ലാവർക്കും സലു സിമ്പിൾ റെസിപ്പീസിലേക്ക് സ്വാഗതം. ഉച്ചയ്ക്ക് ഊണിനൊക്കെ പറ്റിയ അടിപൊളി രണ്ട് വെറൈറ്റി ആയിട്ടുള്ള കറികളാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ക്ലേ പോട്ട് അടുപ്പത്തേക്ക് വെച്ച് 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ നല്ലതുപോലെ ചൂടായി വന്ന ശേഷം ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ വീതം ഉലുവയും പെരിഞ്ജീരകമില്ലേ വലിയ ജീരകം ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇത്രയും കൂടി ഇട്ട ശേഷം ഞാനിവിടെ 3 സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടില്ലേ, ആ സവാള ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാണ്. അപ്പം ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തേ. എന്നിട്ട് എല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 2 ടൊമാറ്റോയും 1 പച്ചമുളക് കീറിയതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. എപ്പോഴും ഞണ്ടൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും നമ്മൾ ഈ നോൺ സ്റ്റിക്ക് പാനിലൊന്നും ഉണ്ടാക്കരുത് കേട്ടോ, എങ്കിൽ അത് പാനൊക്കെ സ്ക്രാച്ച് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പാകത്തിനുള്ള ഉപ്പ്, ഇത്രയും കൂടി ചേർത്ത ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾ എടുക്കുന്ന ഞണ്ടിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ പൊടികളുടെയൊക്കെ അളവ് കേട്ടോ. അപ്പൊ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചു കൊടുക്കാം. അപ്പൊ മൂടി വയ്ക്കുമ്പോഴേക്ക് പെട്ടെന്ന് അതൊന്ന് വഴണ്ടി കിട്ടും. പിന്നെ ഇത് സെറാമിക് പോട്ട് ആയതുകൊണ്ട് തന്നെ ചൂട് നല്ലതുപോലെ നിൽക്കുകയും ചെയ്യും. അപ്പൊ ഇടയ്ക്ക് അടപ്പ് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാണ്. അപ്പൊ തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഈ കഴുകി വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഞണ്ടിന്റെ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം ഈ മസാലയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പൊ ഇതുപോലെ ആ മസാല എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ നമ്മൾ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നല്ല മണം വരുവാണ് കേട്ടോ. ഞണ്ട് വെന്ത് വരുമ്പോ തന്നെ നല്ല മണമാണ്. വീണ്ടും ഞാനൊന്ന് മൂടി വെച്ചു കൊടുക്കാണ്. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്ക് ഞാനൊന്ന് അടപ്പ് മാറ്റിയിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാണ്. അപ്പൊ ഇതിനിടയിൽ ഞാൻ അടപ്പ് തുറന്നൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഞാൻ ഇതിലേക്ക് വെള്ളം ചേർക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. എന്നിട്ട് ഞാൻ ഇവിടെ കുറച്ചധികം കറിവേപ്പില തന്നെ ഇട്ട് കൊടുക്കാണ് കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ആ കറിവേപ്പിലയൊക്കെ ചേരുമ്പോഴാണ് നല്ല മണം വരുന്നത് കേട്ടോ. അപ്പൊ ഞണ്ടൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്. ചിലർക്ക് തീരെ ഇഷ്ടം ഉണ്ടാകത്തില്ല കേട്ടോ, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത് കണ്ടോ, കറക്റ്റ് പരുവത്തിനായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ വെള്ളം ചേർക്കേണ്ട സമയങ്ങളിൽ തിളച്ച വെള്ളം ഒഴിച്ച് തന്നെ ഇടുകണം. എങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ നമ്മൾ പച്ചവെള്ളം കറികളിലേക്ക് ചേർക്കരുത് കേട്ടോ. എന്നിട്ട് നമുക്കിനി ഇതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് മതി. തിളച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് തിള വന്നോളും. അപ്പൊ നമ്മുടെ മസാലയൊക്കെ കറക്റ്റ് പരുവായിരിക്കണം. ശരിക്കും ഇവിടെ നിൽക്കാൻ നിവർത്തിയില്ല കേട്ടോ, അത്ര മണമാണ് വരുന്നത്. അപ്പൊ നമ്മളുടെ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയും ചാറ് മാത്രം മതി കേട്ടോ. അപ്പൊ ഞാന് ഒഴിച്ച കറിക്ക് വേണ്ടിയിട്ട് മറ്റൊരു സെറാമിക്കിന്റെ പോട്ടാണ് അടുപ്പത്തേക്ക് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഓയിൽ ചൂടാകുമ്പോഴേക്ക് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാണ്. പിന്നെ നമുക്ക് വറ്റൽമുളക് വേണം. പിന്നെ ഒരു 2 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 5-6 ചുവന്നുള്ളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞാണ്. കൊച്ചു ചുവന്നുള്ളിയായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതുപോലെ അതൊന്ന് മൂപ്പിച്ചു കൊടുക്കാം. അപ്പം ഞണ്ട് കുറച്ചിങ്ങനെ ഗ്രേവി ഇല്ലാതെയല്ലേ ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ് പിന്നെ കറി ഉണ്ടാക്കാന്ന് കരുതി. പിന്നെ ഇടയ്ക്ക് അടപ്പ് തുറന്ന് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്റെ കയ്യില് മറ്റ് വെജിറ്റബിൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഒരു പുതുമയാർന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. ക്യാപ്സിക്കം ഇരുന്നത്. അപ്പൊ ക്യാപ്സിക്കം കട്ട് ചെയ്ത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. ക്യാപ്സിക്കം ആവുമ്പോ പിന്നെ ഒരുപാട് വെന്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ഞാൻ ഒരു 2 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ചു കൊടുക്കാണ്. മൂടി വെച്ച് കൊടുത്ത ശേഷം 2 മിനിറ്റിന് ശേഷം അടപ്പൊന്ന് മാറ്റിയിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടി, 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, ഇത്രയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ്. അപ്പൊ ഇനിയിപ്പോ അധികം നേരമൊന്നും വേണ്ട. അപ്പൊ ഞാൻ ഇനിയിപ്പോ ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഇതിനിടയിൽ ഞാൻ തൈര് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടി അതൊന്ന് ഉടച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൊതി വരും കേട്ടോ, ഇന്നത് കഴിക്കണം എന്നൊക്കെ. ഇന്ന് അങ്ങനെ ഭയങ്കരമായിട്ട് കൊതി വന്ന് ചോറ് കഴിക്കണം എന്ന്. അപ്പൊ കൊതി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ഉണ്ടാക്കി വെച്ചിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ചാണ് ഉണ്ടാക്കാൻ നിന്നത്. അപ്പൊ നിങ്ങൾക്കും ഒക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊതിയുള്ളവരൊക്കെ ഉണ്ടാവോ? അപ്പൊ നമ്മുടെ മോര് കറി റെഡി ആയിട്ടുണ്ട്.